ഈ വർഷത്തെ ക്ലബ് വേൾഡ് കപ്പിൽ ഒരുപക്ഷെ യൂറോപ്യൻ തന്ത്രശാലികളെ അതല്ലെങ്കിൽ യൂറോപ്യൻ താണ്ടവരെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഓരോ ക്ലബ്ബുകളും. ഒരു ലാറ്റിൻ അമേരിക്കൻ പടയോട്ടം എന്നൊക്കെ പറയേണ്ടി വരും. അജാതി തരത്തിലുള്ള ഒരു വിന്നിങ് മൊമെൻ്റാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇന്നലെ ചെൽസിയെ ഫ്ലമംഗോ പരാജയപ്പെടുത്തിയത് 3-1 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു പരിശീലകനെയാണ്. 39-ാം വയസ്സിൽ തന്നെ ഒരു സീനിയർ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നു. അവിടെ നിന്നും പണ്ട് 2014-15 സീസണിൽ ഒരു കാലത്ത് ചെൽസിയിൽ പന്ത് തട്ടിയിരുന്ന ലൂയിസ് ഫിലിപ്പിനെ ചെൽസി പുറത്താക്കുന്നു. അവരോടൊരു റിവെഞ്ച് എടുക്കുന്ന രീതിയിൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ 3-1 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ ആ ചെൽസിയെ താൻ മാനേജറായി നിന്ന ഫ്ലമെങ്കോ പരാജയപ്പെടുത്തുന്നു. ഒരുപാട് അശ്വമേധത്തിൻ്റെ കഥകൾ പറയാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, 2024 ഫ്ലമംഗോയുടെ അണ്ടർ 17 ടീമിൽ നിന്നാണ് ഫിലിപ്പെ ലൂയിസ് തൻ്റെ മാനേജർ കരിയർ തുടങ്ങുന്നത്. 37-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മാനേജിങ് കരിയർ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇതേ വർഷം തന്നെ അണ്ടർ 20-ലേക്കായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നു. പിന്നീട് സീനിയർ ടീമിനെ മൊത്തം അടക്കി ഭരിക്കാനുള്ള ആ ഒരു മാനേജിങ് കരിയറിലേക്ക് എത്താനുള്ള ഒരു അവസരം കിട്ടുന്നു. അവസാനം ക്ലബ്ബ് വേൾഡ് കപ്പിൽ തന്നെ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടുള്ള അതേ ചെൽസിയോട് റിവെഞ്ച് പൂർണ്ണമാക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. കാരണം ഇവിടെ ഒരു ഉയർത്തി എഴുന്നേൽപ്പിൻ്റെ അതല്ലെങ്കിൽ ഒരു റിവെഞ്ചിൻ്റെ ഗന്ധമുണ്ട്, ഒരു റിവെഞ്ചിൻ്റെ കഥ പറയാനുണ്ട്.